ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇ ഡിയുടെ നടപടിക്രമങ്ങളെ ഇത്തരത്തിൽ തെരുവിൽ തടയുക എന്നത് അത് കേസിൽ കുറ്റാരോപിതരായി നിൽക്കുന്ന വ്യക്തികളുടെ അന്വേഷണ സംബന്ധമായ ഭാവിക്കും വിചാരണയ്ക്കും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. ക്രിമിനൽ നിയമത്തിലെ അല്ലെങ്കിൽ ക്രിമിനൽ വിചാരണ നടപടിക്രമങ്ങളിലെ ഒരു അടിസ്ഥാന തന്ത്രമെന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ റെയ്ഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PMLA നിയമപ്രകാരം ഇത് എത്രത്തോളം രാഷ്ട്രീയമായി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആളല്ല. പക്ഷേ PMLA നിയമപ്രകാരം റെയ്ഡിന് വരിക അല്ലെങ്കിൽ സെർച്ചിന് വരിക എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കോൺഫർ ചെയ്തിരിക്കുന്ന അധികാരമാണ്. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ പെൻഡിങ് ആയിട്ടുള്ള കേസ് SFIOയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. ഇപ്പോൾ സെർച്ചിന് വന്നിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ്. അപ്പോൾ ED സെക്ഷൻ 17 PMLA നിയമപ്രകാരം റെയ്ഡിന് വരുമ്പോൾ അതിന് കാരണങ്ങൾ എന്താണ് എന്നുള്ളത്, റീസൺ ടു ബിലീവ്, ഈ കേസിനെ സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് മറ്റ് മെറ്റീരിയൽസ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ റെയ്ഡിന് വരുന്നത്. അങ്ങനെ ആ സെർച്ച് എന്ന് പറയുന്ന പരിശോധനയ്ക്ക് അവർ വരുമ്പോൾ അവർക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്നത് വഴി അത് കേസിൽ ആരാണോ നീതി ആവശ്യപ്പെടുന്നത്, കുറ്റാരോപിതരായി നിൽക്കുന്ന ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദോഷകരമാവുന്ന രീതിയിലാണ് ഇത് നടന്നത്. ഒരു തരത്തിലും അവരെ ആക്രമിക്കുന്നത് വഴി EDക്ക് തടയിടുവാൻ കഴിയുകയില്ല. അതിശക്തമായിട്ടുള്ള നിയമമാണ്. PMLA നിയമത്തിൻ്റെ 65-ാം വകുപ്പ് അനുസരിച്ച് CRPC പ്രൊവിഷൻസിനെ വരെയും ഓവർ റൈഡ് ചെയ്യുന്ന, സെർച്ചിനെ സംബന്ധിച്ച് CRPC പ്രൊവിഷൻസിനെ ഓവർ റൈഡ് ചെയ്യുന്ന, അറസ്റ്റിനെ സംബന്ധിച്ച് CRPC പ്രൊവിഷൻസിനെ ഓവർ റൈഡ് ചെയ്യുന്ന വ്യാപകമായ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണ് ED.